ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1ാമത്തെ പാഠഭാഗം നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും എക്സ്പ്ലനേഷനും സൈഡ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. Life keeps on changing and we take on different roles as we grow older. ഡു യു എഗ്രി? നമ്മൾ വളരും തോറും നമ്മൾ ലൈഫിൽ ഒരുപാട് റോൾസ് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് അല്ലേ? ഡിഫറെൻ്റ് ആയിട്ടുള്ള റോള് ഏറ്റെടുക്കുന്നുണ്ട്. അഥവാ ഒരു മനുഷ്യനെ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ എന്താണ് ചെറിയ കുട്ടി എന്നുള്ള രീതിയിലാണ് റോൾസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അവിടുന്ന് കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സ്കൂളിലെ കാര്യങ്ങളും അവിടുത്തെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും. കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ ടീനേജ് എത്തുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്താണ് മാരേജൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഫാദറൊക്കെ ആകുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ടോ? ഇല്ല. അതുപോലെ മുത്തശ്ശൻ, അതുപോലെ ഓരോ സ്റ്റേജിൽ പോകുമ്പോഴും ഓരോ റോൾസാണ് നമുക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. അത് നമ്മൾ എഗ്രി ചെയ്യുന്ന കാര്യം തന്നെയാണല്ലേ. തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? നിങ്ങൾ ഏത് റോളിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോൾ പഠിക്കുക എന്നുള്ള റോളിലാണ് അല്ലേ? അതാണ് ഇപ്പോൾ നിങ്ങളുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റിയാണ് ഓരോ സമയത്ത് ഉണ്ടായിരിക്കുക. വാട്ട് സ്റ്റേജ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ? നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ലെറ്റ്സ് സീ ഹൗ ഷേക്സ്പിയർ ഡിസ്ക്രൈബ്സ് ദ ജേർണി ഓഫ് ലൈഫ്. നമുക്ക് നോക്കാം ഷേക്സ്പിയർ പറയുന്ന ജേർണി ഓഫ് ലൈഫ് എങ്ങനെയുള്ളതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ 7 ഏജസ് ഓഫ് മാൻ. ഒരു മനുഷ്യൻ്റെ 7 കാലഘട്ടങ്ങൾ, 7 വയസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പോമാണ് ഇത്. നമുക്ക് എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്. എന്താണ് ഈ ലോകം എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റേജാണ്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇപ്പോൾ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ സ്റ്റേജ് ആണെങ്കിൽ അവിടെ ഒരുപാട് പരിപാടികൾ നടക്കും അല്ലേ? അതേപോലെ തന്നെയുള്ള ഒരു സ്റ്റേജാണ് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മെർലി പ്ലേയേഴ്സ്. അവിടെ എന്താണ്? സ്ത്രീകളും പുരുഷന്മാരും അവിടെയൊക്കെ മെർലി നേരം മാത്രമായിട്ട് അവരിങ്ങനെ പ്ലേയേഴ്സ് മാത്രമായിട്ടാണ് നടക്കുന്നത്. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസ്. അവർക്ക് വരാനും പോവാനും അവരുടേതായിട്ടുള്ള എന്തുണ്ട്? ഒരു എക്സിറ്റും എൻട്രൻസും ഒക്കെ അവർക്കുണ്ട്. ഉള്ള സമയത്ത് അവിടെ വരാം അല്ലെങ്കിൽ പോകാം ഒക്കെ ചെയ്യാം. ആൻഡ് വൺ മാൻ ഇൻ ഈസ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഒരാൾ തന്നെ പല പാർട്സിലായിട്ടാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസ് ആക്ട്സ് ബീൻ 7 ഏജസ്. അവൻ്റെ ആ ഒരു ആക്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 7 ഏജസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഒരാൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് അർത്ഥമാക്കുന്നത്. അറ്റ് ഫസ്റ്റ് ദ ഇൻഫൻറ്റ്. എന്താണ്? ഇൻഫൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി. ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മൊയലിംഗ് ആൻഡ് പക്കിംഗ് ഇൻ ദ നഴ്സസ് ആർംസ്. മൊയലിംഗ് എന്ന് പറഞ്ഞത് എന്താണ്? അവിടെ പ്രസവിച്ച ഉടനെ തന്നെ കുട്ടികൾ കരയും. ആ കരച്ചിലിനെ പറയുന്ന വേർഡാണ്. ദെൻ പക്കിംഗ് എന്ന് പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യുക. അവർ നഴ്സിൻ്റെ കൈകളിലേക്കൊക്കെ വൊമിറ്റ് ചെയ്യും. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാറ്റൽ. അതിനുശേഷം എന്താണ്? അവൻ്റെ അടുത്ത് ഒരു വൈനിങ്, ഒരു പരാതിപ്പെടാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് മാറുകയാണ്. സ്കൂളിൽ പോയി ആകുമ്പോൾ അവർക്ക് ഒരുപാട് പരാതികളാണ് ഉണ്ടാവുന്നത്. വിത്ത് ഹിസ് സാറ്റൽ. സാറ്റൽ എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുപോകുന്ന ബാഗിനെ പറയുന്ന പേരാണ്. ഓക്കെ, പുസ്തക സഞ്ചി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ. അവനെന്താണ്? രാവിലെ വളരെയധികം ഷൈനിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവന് എണീക്കുന്നത് തന്നെ. അതുമാത്രമല്ല ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ. അവനക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ചിനെ പോലെ ഇങ്ങനെ ക്രീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഇഴഞ്ഞിട്ടൊക്കെ പോകില്ല, അതുപോലെ ആവശ്യമൊന്നുമില്ലാത്ത രീതിയിലാണ് അവന് രാവിലെ തന്നെ പോകുന്നത്. അൺവില്ലിങ് ടു സ്കൂൾ. എന്താണ്? സ്കൂളിൽ പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ലാതെയാണ് ആ ഒരു സ്റ്റേജിൽ അവൻ കടന്നു പോകുന്നത്. ഒരുപാട് പരാതികളും ഒരുപാട് കംപ്ലയിൻസും കരച്ചിലും ഒക്കെ ആയിട്ട് അവനിങ്ങനെ പോകും. ദെൻ ആൻഡ് ദ ലവർ. അതിനുശേഷമുള്ളൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ലവറിൻ്റെ സ്റ്റേജാണ്. സിംഗിങ് ലൈക്ക് എ ഫർണൈസ് ആൻഡ് എ വൂഫുൾ ബാലറ്റ് മേഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. ആ സമയത്ത് ഫർണൈസ് എന്ന് പറഞ്ഞാൽ അടുപ്പിനെ പോലെ അവനിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അടുപ്പ് കത്തുമ്പോൾ എന്താണ്? വളരെ ഒരു ഊർജ്ജം ഉള്ളത് പോലെയാണല്ലേ? അതേപോലെ തന്നെയായിരിക്കും അവനും. അതുപോലെ തന്നെ വൂഫുൾ എന്ന് പറഞ്ഞാൽ ദുഃഖപൂർണമായിട്ടുള്ള വീരഗാഥകളും കവിതകളും ഒക്കെ അവനിങ്ങനെ പാടും. ആർക്ക് വേണ്ടിയിട്ടാണ്? മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. അവനക്ക് ഒരു മിസ്ട്രസ് ആയിട്ടുള്ള ഒരു ഐബ്രോ, ഒരു കൺപുരികം ആയിട്ടുള്ള, അഥവാ ഒരു പെണ്ണിന് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്.
ദെൻ എ സോൾജിയർ, അതിനുശേഷമുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സോൾജിയറിൻ്റെ സ്റ്റേജാണ്. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്സ് ആൻഡ് എ ബെഡഡ് ലൈക്ക് ദ പാഡ്. എന്താണ്, അവനക്ക് ഒരുപാട് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഓത്ത്സ് എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞകൾ, അവനക്ക് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരുപാട് പ്രതിജ്ഞകളും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾക്കൊക്കെ അവൻ ചുറ്റും വരും. ദെൻ ജലസ് ഇൻ ഹോണർ സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ. അവനക്ക് എന്താണ്, അവൻ്റെ ഹോണറിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യും. അഥവാ ഇപ്പം നമ്മൾ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവനക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളും അവൻ്റെ ആ ഒരു റെസ്പെക്റ്റ്, അവൻ്റെ പവർ, അതിനൊക്കെയാണ് അവൻ്റെ ജോബ്, അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവനെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏജ് ആണെന്നാണ് അത് പറയുന്നത്. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ. പക്ഷെ എന്താണ്, അവിടെയൊക്കെ നമ്മുടെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒരു ബബിൾ പോലെയായിരിക്കും. ബബിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും വേണമെങ്കിൽ പൊട്ടിപ്പോവാം, ആ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും. ഈവൻ ഇൻ ദ കാനോൺസ് മൗത്ത്, കാനോണിൻ്റെ മൗത്ത് എന്ന് പറയുന്നതും അതേപോലെ തന്നെയാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോവാം. പക്ഷെ അവന് അതിൻ്റെ അവസാനം വരെ പൊരുതി നിൽക്കാനുള്ള ഒരു സ്റ്റേജ് ആണെന്നാണ് ആ ഒരു സ്റ്റേജിനെ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻഡ് ദെൻ ദ ജസ്റ്റിസ്. അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റിസിൻ്റെ ഒരു ഏജ് ആണ്. അപ്പോൾ അവൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു, അടുത്തതായിട്ട് അവൻ ജസ്റ്റിസിലേക്ക് പോവുകയാണ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യായത്തിലേക്ക് പോവുകയാണ്. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പൻ ലെൻഡ് with eyes severe and a beard of formal cut, full of wise sauce and a modern instances, and so he plays his part. അപ്പോൾ എന്താണ്, ആ സമയത്ത് അവനെന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ, ഈ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ ബെല്ലി വരുമെന്ന് പറയല്ലേ, ആ ഒരു ബെല്ലിയെ പോലെ തന്നെ ആയിരിക്കും അവന്, കുറച്ച് തടിച്ചിട്ടും കുറച്ച് ഫുഡൊക്കെ കഴിച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു ധീരനെ പോലെയായിരിക്കും എന്ന് അർത്ഥം. കാണുമ്പോൾ ഈ ഒരു ഫോട്ടോ ഒക്കെ കാണുന്ന പോലെ കുറച്ച് നമ്മൾ കണ്ടാൽ പറയില്ല, കുറച്ചുണ്ട്, ആ ഒരു രീതിയിലായിരിക്കും. അതുപോലെ തന്നെ അവൻ്റെ ഐസ് എന്ന് പറയുന്നത് വളരെ ഫോർമലായിട്ട് അവൻ കട്ട് ചെയ്യുന്ന ഹെയറൊക്കെ എന്താണ്, ഹെയറും താടിയും ഒക്കെ എന്ന് പറയുന്നത് വളരെ ഫോർമലായിരിക്കും, അല്ലാതെ ഒരു ക്ലീൻ ഷേവോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല, കുറച്ച് ഫോർമലായിരിക്കും എന്ന് അർത്ഥം. മാത്രമല്ല അവർ എപ്പോഴും ബുദ്ധിമാന്മാരെ പോലെ തന്നെ ആയിരിക്കും, ബുദ്ധിമാന്മാരുമായിട്ട് ഇടപെടുക, അതുപോലെ തന്നെ ബുദ്ധിമാന്മാരെ പോലെയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവൻ്റെ ആ ഒരു ലൈഫിലെ പാട്ടെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, അഥവാ ഇപ്പോൾ നമ്മുടെ അച്ഛനൊക്കെ അറിയില്ല, അച്ഛൻ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും കുറച്ച് ഉപദേശം തരുന്ന അല്ലെങ്കിൽ ന്യായം പറയുന്ന കുറച്ച് ജ്ഞാനിയായിട്ടുള്ള ഒരാളെ പോലെയാണ് അല്ലേ. അച്ഛൻ എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ മുടിയൊക്കെ കട്ട് ചെയ്യുമോ? ഇല്ല, കുറച്ചും കൂടെ ഫോമലായിട്ടായിരിക്കും അവരൊക്കെ നടക്കുന്നത്. ആ ഒരു ഏജിനെ പറയുന്നതാണ് ഇത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ 6th ഏജ് ഷിഫ്റ്റ്സ്. അങ്ങനെ 6th ഏജിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ടു ദ ലീൻ ആൻഡ് എ സ്ലിപ്പേർഡ് പാന്തലൂൺ. അപ്പോൾ ആ സമയത്ത് എന്താണ്, അവിടെ സ്ലിപ്പേർഡ് പാന്തലൂൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുള്ള പാൻറ്, ഇപ്പോൾ ആ ഫോട്ടോയിൽ കാണില്ല, അതേപോലെ കുറച്ച് ലൂസായിട്ടുള്ള പാൻറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ആളായിട്ട് മാറും. അതൊക്കെ മനസ്സിലാക്കും. വിത്ത് എ സ്പെക്ട്ലെസ് ഓൺ നോസ് ആൻഡ് എ പൗച്ച് ഓൺ സൈഡ്. മാത്രമല്ല മൂക്കിൻ്റെ മുകളിൽ എന്തുണ്ടായിരിക്കും, കണ്ണട ഉണ്ടായിരിക്കും, കണ്ണിൽ കയ്യിൽ ഒരു പൗച്ചും ഉണ്ടായിരിക്കും. ദെൻ ഹിസ് യൂത്ത്ഫുൾ ഹോസ് വെൽ സേവ്ഡ് എ വേൾഡ് ടു വൈഡ്. എന്താണ്, അവൻ്റെ ആ ഒരു യൂത്തൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ സമയത്ത്. അത് മാത്രമല്ല വേൾഡ് ടു വൈഡ്, ആ സമയം എന്താണ്, അതുവരെ അവൻ ഇട്ടിരുന്നത് വളരെ ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ലൂസായപ്പോൾ എന്താണ്, അതിൽ ഒരുപാട് സ്പേസ്, വേൾഡ് ടു വൈഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് തന്നെ വൈഡായി, പാൻറ്റൊക്കെ ഒന്ന് വൈഡായി എന്ന് അർത്ഥമാക്കുന്നു. ദെൻ ഫോർ ഹിസ് എ സ്ട്രെങ്ത് ഷാങ്ക് ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ്. ഷ്രങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പാൻറ്റൊക്കെ എന്താണ്, പാൻറ്റൊക്കെ ഒന്ന് മുട്ട് കയറിയിട്ടല്ല ഉണ്ടാവുക, ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഓക്കെ, ആംഗിളിലെ ലെങ്ത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മാൻലി വോയിസ്, അവരുടെ വോയിസിൽ എന്താണ്, ആ സമയത്തുമ്പോൾ വോയിസിൻ്റെ ഗാംഭീര്യത ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഒന്നും കൂടെ ഒരു ഓൾഡായ രീതിയിലേക്ക് മാറും. ദെൻ ടേണിങ് അഗെയിൻ ടുവേർഡ്സ് സ്റ്റൈലിഷ് ട്രബിൾ പൈപ്സ് ആൻഡ് എ വിസ്ലെസ് ഇൻ ഹിസ് സൗണ്ട്സ്. മാത്രമല്ല വീണ്ടും കുട്ടികളിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ട്രബിൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളിലേക്ക് എത്തുന്ന 3 ഇരട്ടി കുട്ടികളാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ശബ്ദത്തിലൊക്കെ വിക്കലുകളും അതുപോലെ തന്നെ സൗണ്ട്സ് ഒന്നും പുറത്തു വരാത്ത ആ ഒരു അവസ്ഥയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, അങ്ങനെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് സീനിലേക്ക് എത്തിയാണ്. ദാറ്റ് എൻഡ്സ് ദി സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി. അതാണ് ഹിസ്റ്ററി, അവൻ അതുവരെ ഉണ്ടായിരുന്ന ആ ഹിസ്റ്ററി എന്ന് പറയുന്നത് സ്ട്രേഞ്ച് ആയിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്, അപരിചിതമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. ഈ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മെയർ
ഒബ്ലിവിയൻ. എന്താണ്? വീണ്ടും ഒരു സെക്കൻഡ് ചൈൽഡ് ആവാൻ. അത് നമ്മൾ ആദ്യം കുട്ടിയായിട്ടാണ് വന്നത്, പിന്നെ വയസ്സാവുമ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു കുട്ടിയായിട്ട് മാറുകയാണ്. കാരണം കുട്ടിക്ക് എന്താണ്, ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ഹെൽപ്പിന് ആൾ വേണം, ആ ഒരു രീതിയിലേക്ക് വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കൂടാതെ എന്താണ്, ഒബ്ലിവിയൻ വീണ്ടും മറവിയൊക്കെ വന്ന് തുടങ്ങി, മറവിയൊക്കെ ആയിരുന്ന ഒരു സമയമാണ്. ദെൻ സാൻസ് ടീത്ത്. സാൻസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എന്നാണ്, അത് ഇല്ലാതാവുക എന്നുള്ള അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സാൻസ് ടീത്ത്, സാൻസ് ഐ, സാൻസ് ടേസ്റ്റ്, സാൻസ് എവ്രിത്തിങ്. അപ്പോൾ പല്ലുകളില്ലാതായി, കണ്ണില്ലാതായി, ടേസ്റ്റ് ഇല്ലാതായി, അങ്ങനെ എല്ലാം ഇല്ലാതെയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യൻ്റെ ലൈഫിലെ 7 സ്റ്റേജുകൾ എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജിലും അവൻ എങ്ങനെയാണ്, അവൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ദ 7 സ്റ്റേജസ് ഓഫ് മാൻസ് ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം വില്യം ഷേക്സ്പിയർസ് വെൽ നോൺ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ വില്യം ഷേക്സ്പിയറിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ളതിലെ ഒരു ഭാഗം, ഒരു എക്സ്ട്രാക്ട് ഫോമാണ് ഈ ഒരു 7 സ്റ്റേജ് ഓഫ് മാൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അബൌട്ട് ദ ഓതർ ആണ്. വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. വാസ് ആൻ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്, poet and actor, widely regarded as one of the greatest writers of the world. വേൾഡിൽ തന്നെ വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്, ആക്ടറാണ്, പോയറ്റാണ്, പ്ലേ റൈറ്റാണ് ആര്? വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്നത്. ഹി ഈസ് നോൺ ആസ് ദ ബാർഡ് ഓഫ് ആവൺ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് 37 plays, 154 sonnets and 2 ലോങ് നെറേറ്റീവ് പോംസ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും ഉള്ള സംഭവങ്ങൾ. Then his plays has been translated into every major living language and have been performed all over the world. The characters of Shakespeare have stood the test of time. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ ഇന്ന് ലിവിങ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ടെസ്റ്റ് ഓഫ് ടൈം ഉള്ള പോലെ, അഥവാ ഇന്നും അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്യാരക്ടേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വർക്കിലും ഉള്ളത് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ കുറേ ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫ്രേസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്കിതിലെ ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ഇൻഫാൻസി ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ഡിസ്ക്രൈബ്? എങ്ങനെയാണ് ആ ഒരു ചെറിയ കുട്ടിയുടെ സ്റ്റേജിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? വാട്ട് ആർ ദ ആക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്? അതിൽ എന്തൊക്കെ ആക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫാൻസി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻഫാൻസി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്റ്റേജ് ഇൻ ദ ലൈഫ് ഓഫ് എ ബേബി ഹു ക്രൈസ് ആൻഡ് വോമിറ്റ്സ് ഇൻ ദ നേഴ്സസ് ആംസ്. അപ്പോൾ എന്താണ്, ആ സമയത്ത് കുട്ടി എന്ന് പറയുന്നത് കരയുകയും അതുപോലെ തന്നെ നേഴ്സസിൻ്റെ കയ്യിലേക്കൊക്കെ വൊമിറ്റ് ചെയ്യുകയൊക്കെ പറയുന്ന ജീവിതത്തിലെ ഒരു സ്റ്റേജാണ്. ദ ബേബി ഈസ് ഹെൽപ്ലെസ് ആൻഡ് ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് ഓൺ അതേഴ്സ്. ബേബി എന്താണ്, നിസ്സഹായാവസ്ഥയിലാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലുമാണ്. Then second question, with which age mentioned in the extract do you identify now? Why? ഇതിൽ ഏത് ഏജിനെയാണ് നിങ്ങളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഐ ഐഡൻറ്റിഫൈ വിത്ത് ദ സ്കൂൾ ബോയ് സ്റ്റേജ് ബിക്കോസ് ഐ ഗോ ത്രൂ school every day, carry a bag and sometimes feel lazy to wake up early study. അപ്പോൾ എന്താണ്, സ്കൂൾ ബോയിയാണ് ഞാൻ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം എല്ലാ ദിവസവും സ്കൂളിൽ പോകണം, ബാഗൊക്കെ ചുമക്കണം, അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ലേസി ആയിരിക്കും, രാവിലെ എണീറ്റ് പഠിക്കാൻ. അപ്പോൾ ആ ഒരു സ്റ്റേജിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് അട്രിബ്യൂട്ടഡ് ടു ദ സോൾജിയർ? വാട്ട് ഡസ് ഹി സീക്ക്? എന്താണ് ഒരു സോൾജിയറിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്? അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതും? എന്തൊക്കെ ക്വാളിറ്റീസാണ് പറയുന്നത്? ദ സോൾജിയർ ഈസ് ബ്രേവ്, ഫുൾ ഓഫ് പ്രൈഡ്, ക്വിക്ക് എനർജി ആൻഡ് റെഡി ടു ഫൈറ്റ്. അദ്ദേഹം വളരെ ധീരതയുള്ള ആളും അതുപോലെ തന്നെ വളരെ അഭിമാനമുള്ള ആളും ഏത് ഫൈറ്റിനും റെഡിയായി നിൽക്കുന്ന അത്രയും എനർജി ഉള്ള ഒരാളും ആണ്. ഈ സീക്സ് എ ഷോർട്ട് ലീവ്ഡ് ഫ്രെയിം ഓർ റെപ്യൂട്ടേഷൻ ഈവൻ ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഒരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ ആണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത്. അത് ഡേഞ്ചർ ആണെങ്കിലും എന്താണെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നമില്ല, അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ദെൻ ഫോർത്ത് വൺ, ഹൗ ഡസ് ദ റൈറ്റർ ഡിസ്ക്രൈബ് ദ 6th ഏജ് ഓഫ് ലൈഫ്? ഈ 6th ഏജ് ഓഫ് ലൈഫിനെ കുറിച്ചിട്ട് റൈറ്റർ എന്താണ് പറയുന്നത്? ഹൗ ഡസ് ദിസ് ഏജ് കോൺട്രാസ്റ്റ് വിത്ത് ദ ഏർലിയർ സ്റ്റേജ്? ഇത് ഏർലിയർ സ്റ്റേജുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് കോൺട്രാസ്റ്റ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ദ 6th ഏജ് എ പേഴ്സൺ ബിക്കംസ് തിൻ ആൻഡ് ഓൾഡ്. 6th ഏജ് ആകുമ്പോൾ അദ്ദേഹം വളരെ തിന്നും വളരെ ഓൾഡും ഒക്കെ ആയി മാറാണ്. ഹി വിയേഴ്സ് ലൂസ് ക്ലോത്ത്സ്, ഗ്ലാസസ് ആൻഡ് ഹാസ് എ സ്മോൾ പൗച്ച്
ബൈ ഹിസ് ഹെഡ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ക്ലോത്ത്സ് ഒക്കെ വളരെയധികം ലൂസാവും. അതുപോലെ തന്നെ ഗ്ലാസ്സസ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും. എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ പൗച്ച് ഉണ്ടായിരിക്കും. ഹിസ് ലെഗ്സ് ആർ വീക്ക് ആൻഡ് ഹിസ് സ്ട്രോങ് വോയിസ് ബിക്കംസ് എ സോഫ്റ്റ് ഹൈ പിച്ച്ഡ് ടോൺ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലെഗ്സൊക്കെ വളരെയധികം വീക്കായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ എന്താണ്, വളരെ സോഫ്റ്റ് ആവും, ഹൈ പിച്ച് ടോണൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. ദിസ് ഏജ് ഈസ് വെരി വീക്ക് ആൻഡ് സ്ലോ കമ്പയർഡ് ടു ദ ഏർലിയർ സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് സ്റ്റേജ്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഏർലിയർ ഉണ്ടായിരുന്ന ആ സ്റ്റേജുമായിട്ട് ഏകദേശം കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇൻ ദിസ് ഏജ് ദേ ബിക്കം ക്വയറ്റ് ആൻഡ് ടയേർഡ്. ഈ സമയത്ത് വളരെ ക്വയറ്റും വളരെ ടയേർഡൊക്കെ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് അപ്രീഷിയേറ്റ്. നൗ റീഡ് ദ എക്സ്ട്രാക്ട് അഗെയിൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. താഴെയുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള ആ ഒരു പോമിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓരോ സ്റ്റേജിലെയും ഡിസ്ക്രിപ്ഷനും കീ ഇമാജിനറിയും ക്യാരക്ടറിസ്റ്റിക്സുമാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വേണമെങ്കിൽ ഏതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, മെലോയ് ആൻഡ് എ പക്കിംഗ് ദ നഴ്സസ് ആംസ് എന്നുള്ളതാണ്. കീ ഇമാജിനറി മെലോയിങ് ആൻഡ് പക്കിംഗ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇന്നസെൻറ്റ്, വൾനറബിൾ ആൻഡ് നീഡി എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ അൺവില്ലിങ് ടു ഗോ ടു സ്കൂൾ, ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ. അതിലെ കീ ഇമാജിനറി സാറ്റൽ ആൻഡ് ഷൈനിങ്, മോർണിംഗ് ഫേസ് എന്നുള്ളതാണ്. അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിലക്റ്റൻറ്റ്, ഒബീഡിയൻറ്റ്, ക്യൂരിയസ്. നെക്സ്റ്റ് തേർഡ് വൺ സിംഗിങ് ലൈക്ക് എ ഫ്യൂറൻസ്, റൈറ്റിംഗ് വോഫുൾ ബാലഡ്സ്. അത് കീ ഇമാജിനറി സിംഗിങ് ലൈക്ക് എ ഫ്യൂറൻസ് വിത്ത് എ വോഫുൾ ബാലഡ് എന്നുള്ളത് തന്നെയാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് ഇമോഷണൽ, പാഷനേറ്റ്, എക്സ്പ്രസീവ് എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റേജിൽ ആംബിറ്റ്യൂസ് ആൻഡ് സീക്കിംഗ് ഹോണറാണ്. അതുപോലെ തന്നെ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്സ് ആണ്. ബ്രേവ്, അഗ്രസീവ്, റെപ്യൂട്ടേഷൻ സീക്കിങ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ദ നെക്സ്റ്റ് വൺ വൈസ് വിത്ത് ഫോർമൽ ക്ലോത്ത്സ് ആൻഡ് ഫാറ്റ് ബെല്ലി ആയിരിക്കും. ഫുൾ ഓഫ് വൈസ് സേയിങ്സ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസ് ആയിരിക്കും. എക്സ്പീരിയൻസ്ഡ് ആണ്. അതുപോലെ തന്നെ ഫെയർ, മെച്യൂർ ആയിരിക്കും. നെക്സ്റ്റ് വൺ ലേൺ വിയറി സ്പെക്ടക്സ് ആൻഡ് സ്ലിപ്പേർഡ് പാൻ്റ് ആണ്. ദ ഷ്രങ്കൻ ഷാങ്ക് യൂത്ത്ഫുൾ വോയിസ് ടേണിംഗ് ടു ചൈൽഡിഷ്. വീക്ക് ആയിരിക്കും, നൊസ്റ്റാൾജിക് ആയിരിക്കും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ലൈഫ് റിസംബ്ലിംഗ് ഇൻഫാൻസി ആൻഡ് മാർക്ക്ഡ് ബൈ ഡിപ്പെൻഡൻസി. സാൻസ്, ടീത്ത്, ഐസ്, ടേസ്റ്റ് ആൻഡ് എവറിത്തിങ് ആണ്. ദ ഡിപ്പെൻഡ്, ഫോർഗറ്റഫുൾ, ഫ്രാക്റ്റൈൽ ഉള്ള ഒരു ക്യാരക്ടറായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ടേബിൾ ഡിസ്കസ് ദ പോയിൻറ്റ്സ് ആൻഡ് റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് സമ്മറൈസിംഗ് ദ സെൻട്രൽ തീം ഓഫ് ദ എക്സ്ട്രാക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗൈഡ് ലൈൻസ് ഗിവൺ ബിലോ. നമ്മളുടെ അടുത്ത് ആ പോയിൻറ്റ്സ് ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ച ഈ ഒരു പോമിനെ കുറിച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു സമ്മറിയാണ് എഴുതേണ്ടത്. ഒരു ബ്രീഫ് പാരഗ്രാഫാണ് എഴുതേണ്ടത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദ 7 Age of Man written by ഡാഷ് ഈസ് ടേക്കൻ ഫ്രം ദ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. ഇൻ ദ എക്സ്ട്രാക്ട് ദ വേർഡ്സ് ഈസ് കമ്പയർഡ് ടു ദ സ്റ്റേജ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കറക്റ്റായിട്ട് എഴുതി നോക്കാം. ആദ്യം എഴുതേണ്ടത് ദ 7 Age of a Man റിട്ടൺ ബൈ ആരാണ് എഴുതിയിട്ടുള്ളത്? റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ ഈസ് ടേക്കൺ ഫ്രം ദ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. ഇൻ ദിസ് എക്സ്ട്രാക്ട് ദ വേർഡ്സ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റേജ്. ദ എക്സ്ട്രാക്ട് ഔട്ട്ലൈൻസ് 7 Stage of a man's life. ഒരു ആളുടെ ജീവിതത്തിലെ 7 സ്റ്റേജിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. In the first stage, the infant cries and needs care. The second is childhood, when the boy unwilling goes to school. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയുടെ സ്റ്റേജ് ആയിരുന്നു. അതിനെപ്പോഴും നീഡും കെയറൊക്കെ ആവശ്യമാണ്. അടുത്തത് ചൈൽഡ്ഹുഡാണ്. അവിടെ എന്താണ്, ഒരു കുട്ടി സ്കൂളിലേക്ക് പോകാൻ അൺവില്ലിംഗ് ആയിട്ട് മടിയൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റേജാണ്. The third stage is that the lover full of passion and emotions. Then comes the soldier brave and ambitious. അടുത്തെന്ന് പറയുന്നത് ലവറാണ്. ലവറിൻ്റെ അവിടെ എത്തുമ്പോൾ പാഷനും ഇമോഷൻസ് ഒക്കെയാണ് കാണുന്നത്. അതുപോലെ അടുത്തത് ഒരു സോൾജിയറിൻ്റെ അവിടെയാണ്. അവിടെ ധീരതയും അതിൻ്റെ റെപ്യൂട്ടേഷനും ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. The fifth stage is the justice, mature and wise. With age man becomes weak and thin in the 6th age. അപ്പോൾ 5th സ്റ്റേജിൽ എത്തുമ്പോൾ ജസ്റ്റിസ് ആണ്, ന്യായമാണ് ആദ്യം കാണുന്നത്. വളരെ മെച്യൂർ ആയിട്ട് വളരെ ബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണാം. അടുത്തത് നമ്മുടെ
ലാസ്റ്റ് സ്റ്റേജാണ്. അവിടെ എന്താണ് വീക്കും തിന്നുമായിട്ടുള്ള ഒരു സ്റ്റേജാണ് കാണുന്നത്. ഫൈനലി ഹി എൻറ്റേഴ്സ് ദ സെക്കൻഡ് ചൈൽഡ്ഹുഡ് ബിക്കംസ് ഡിപ്പെൻഡൻറ്റ് അഗെയിൻ ജസ്റ്റ് ലൈക്ക് എ ബേബി. അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ബേബിയെ പോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഒരു ഏജാണ്. ദ പോം ബ്യൂട്ടിഫുള്ളി ഷോസ് ദ സർക്കിൾ ഓഫ് ലൈഫ് ഫ്രം ബർത്ത് ടു ഡെത്ത്. ഈ പോമിൽ കാണുന്ന എന്താണ്, ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു സർക്കിൾ ഓഫ് ലൈഫാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് എന്നുള്ളതിൽ ആക്ടിവിറ്റി നമ്പർ 1 ആണ്. റീഡ് ദീസ് ലൈൻസ് ഫ്രം ദ എക്സ്ട്രാക്ട്. എന്താണ്? ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സ്റ്റാച്ചൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? സ്കൂൾ ബോയ് അവൻ്റെ പുസ്തകമൊക്കെ എടുത്തിട്ട് വളരെ എന്താണ് ഇഷ്ടമൊന്നുമില്ലാതെ അൺവില്ലിംഗ് ആയിട്ട്, അതുപോലെ തന്നെ മോർണിംഗിലെ ഫേസ് എന്ന് പറയുന്നതും വളരെ ഡള്ളായിട്ടുള്ളതാണ്. മാത്രമല്ല അവനിങ്ങനെ ക്രീപ്പിംഗ് ദ ലൈക്ക് സ്നെയിൽ, ഒരു ഒച്ചു പോകുന്ന പോലെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നൊരവസ്ഥയാണെന്നാണ് പറയുന്നത്. ഹിയർ ദ റൈറ്റർ കമ്പയർസ് ദ സ്കൂൾ ബോയ് അൺവില്ലിംഗ് വാക്ക് ടു ഗോ ടു സ്കൂൾ ടു എ സ്നൈൽ സ്ലോ പേസ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? കുട്ടിയുടെ ആ അൺവില്ലിംഗ് വാക്കിനെ പറയുന്നത് സ്നെയിൽ പോകുന്ന പോലെ എന്നാണ് പറയുന്നത്. ദ റൈറ്റർ യൂസസ് ദ വേർഡ് ലൈക്ക് ടു മേക്ക് ദ കമ്പാരിസൺ. അവിടെ ലേക്ക് എന്ന വാക്കാണ് അവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ, ലേക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ എന്നുള്ള അർത്ഥത്തിലാണ്. ദിസ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഡു യു നോ വാട്ട് ഈസ് ഇറ്റ്? ഇതെന്താണ്? ഇതൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? Simile is a figure of speech that compares two different things using the words like or as. It states that one thing is similar to another. ഇവിടെ സിമിലി ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെന്താണ്? ഒരു സാധനം അങ്ങനെയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ലൈക്ക്, ആസ് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആ സ്റ്റേജിനെ നമ്മൾ മറ്റൊന്നുമായിട്ട് സിമിലർ ചെയ്തിട്ട് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. ദെൻ പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് ഓഫ് സിമിലി ഇൻ ദ എക്സ്ട്രാക്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പോമിൽ നിന്നും ഇത്തരത്തിലുള്ള സിമിലീസ് കണ്ടെത്തി എഴുതണം. സൈങ്ങിങ് ലൈക്സ് ഫ്യൂറൻസ്. ദിസ് കമ്പയർസ് ദ ലവേഴ്സ് സൈൻസ് ടു ദ ഇൻറ്റൻസ് ഹീറ്റ് ഓഫ് ദ ഫ്യൂറൻസ്. അപ്പോൾ ആ അടുപ്പിൻ്റെ ആ ഒരു ചൂട് എത്രത്തോളം ഉണ്ട്, അത്രത്തോളം ഉണ്ട് ഇവർക്ക് ലവേഴ്സുമായിട്ടുള്ള ആ ഒരു കമ്പയർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ ബി ചോദ്യം. കൺസിഡർ ദ ഫസ്റ്റ് 2 ലൈൻസ് ഓഫ് ദ എക്സ്ട്രാക്ട്. വാട്ട് ആർ ദ 2 തിങ്സ് കമ്പയർഡ് ഹിയർ? ഈ 2 എക്സ്ട്രാക്റ്റിൽ ഫസ്റ്റ് 2 ലൈൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്. എന്താണ്? ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് പോലെയാണ്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മെയർലി പ്ലെയേഴ്സ്. അവിടെ എന്താണ്? എല്ലാ സ്ത്രീകളും പുരുഷന്മാരും കളിക്കാരാണ്. അവിടെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? The poet uses a metaphor to compare life to a stage and people to actors to play different roles throughout their lives. ഒരാളുടെ ജീവിതത്തിൽ എന്താണ്? ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ആക്ടേഴ്സിനെ പോലെ സ്റ്റേജിൽ ചെയ്യുന്നുണ്ട് എന്നതാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. വേൾഡ് ആൻഡ് സ്റ്റേജ് ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്യുന്നത്. ദെൻ താഴെ പറയുന്നുണ്ട്, ഹിയർ ദ റൈറ്റർ യൂസസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് കോൾഡ് മെറ്റഫർ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് ദാറ്റ് വി ആർ പെർഫോമേഴ്സ് ഓഫ് ദ സ്റ്റേജ് ഓഫ് ലൈഫ്. ഓക്കെ, ഇതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. താഴെ മെറ്റഫർ എന്താണെന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് ഓഫ് മെറ്റഫർ ഇൻ ദ എക്സ്ട്രാക്ട്. ഏതൊക്കെയാണ് മെറ്റഫർ ആയിട്ട് വരുന്നത്? ഒന്ന് നമ്മൾ പറഞ്ഞു, ഓൾ ദ മെൻ ആൻഡ് വിമൻ മെയർലി പ്ലെയേഴ്സ്. അതുപോലെ തന്നെ ദേ ഹാവ് ദെയർ എക്സിറ്റ് ആൻഡ് ദെയർ എൻട്രൻസ് എന്ന് പറയുന്നതും. തേർഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഇതൊക്കെ എന്താണ്? മെറ്റഫർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. എന്താണ് മെറ്റഫർ? ഈസ് എ പോയറ്റിക് ഡിവൈസ് ദാറ്റ് സ്റ്റേറ്റ്സ് ഇംപ്ലിക്സ് കമ്പാരിസൺ വിത്തൗട്ട് ദ യൂസ് ഓഫ് ലൈക്ക് ഓർ ആസ്. ഇറ്റ് അസേർട്സ് ദാറ്റ് 2 തിങ്സ് ആർ ഐഡൻറ്റിക്കൽ റേദർ ദാൻ ജസ്റ്റ് സിമിലിയർ. അഥവാ ലൈക്കോ ആസോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ 2 കാര്യങ്ങൾ സിമിലറായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3ാമത്തെ പാഠഭാഗം നോക്കാം. അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾ പോയി കാണുക. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള സബ്ജക്റ്റുകളും നിങ്ങൾ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.